അങ്ങനെ ചൂരൽത്തള വെള്ളച്ചാട്ടത്തിനരികെ തൊട്ടടുത്താണ് കേട്ടോ. Hello guys, welcome to Susia Creations. ഓണം കഴിഞ്ഞുള്ള പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നമ്മൾ എവിടെയെങ്കിലും ഒരു നിയർ ബൈ പ്ലേസിൽ കറങ്ങാൻ പോകണമെന്നുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ചിമ്മിണി ഡാമാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും 2 കാറിലായിട്ട് ഇറങ്ങി. പിന്നെ വഴിയിൽ വെച്ചിട്ട് നമ്മുടെ 2 ഫാമിലിയും കൂടി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആമ്പല്ലൂരിൽ നിന്ന് നമ്മുടെ കുറച്ച് കസിൻസും കൂടി ഇതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 4 കാറായിട്ടാണ് ചിമ്മിണി ഡാമിലേക്ക് പോയത്. പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് പ്ലേസസ് നമ്മൾ കണ്ടു കേട്ടോ. ഇഷ്ടംപോലെ റബ്ബർ എസ്റ്റേറ്റുകൾ, അതുപോലെ മുളങ്കാടുകളൊക്കെ. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലം നമ്മുടെ കണ്ണിൽ പെട്ടു, ഒരു റിവർ പോയിൻ്റ്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങുന്ന സമയത്ത് അധികം അവിടെ ആരും ഉണ്ടായിരുന്നില്ല, കാരണം രാവിലെ ആയതുകൊണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു റബ്ബർ എസ്റ്റേറ്റാണിത്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ഒരു റിവർ ശാന്തമായിട്ട് ഒഴുകുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല, പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള യാതൊന്നും അവിടെ നമ്മൾ കണ്ടില്ല. വളരെ ഹൈജീനിക് ആയിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ. അതുപോലെ തന്നെ അതിൽ വെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളം നല്ല എന്താ പറയുക, അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. പിന്നെ ഇത് നമ്മുടെ റബ്ബർ പാൽ എടുത്തുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. അപ്പോൾ അതുമൊക്കെ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ്, റീൽസൊക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ചിമ്മിണി ഡാം കാണാനായിട്ടാണ് പോയത് കേട്ടോ. ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. അവിടെ എത്തുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ആളുകളുടെ എണ്ണം, അതുപോലെ ഓരോ വണ്ടിക്കും പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഞാൻ ആ സമയത്ത് അവിടെ നമുക്ക് ചിമ്മിണി ഡാമിൽ പോയാൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ കാണിക്കുന്ന ഫ്ലക്സൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചു നോക്കി. അങ്ങനെ ഇവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടോ. ഈ പാർക്കിംഗ് എന്ന് പറയുന്നത് ചിമ്മിണി ഡാമിനോട് ചേർന്നിട്ടുള്ള പാർക്കിംഗ് ആണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ നൈസി ഉണ്ടാക്കിയ ഉണ്ടയൊക്കെ തന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്താണ് ചിമ്മിണി ഡാം വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റുക. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടേക്ക് പോയിട്ടോ. അപ്പോൾ പോകുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 കാറ് പോയിട്ട് 3 കാറാണ് അവിടെ എത്തിയത്. ഒരു കാറ് വന്നില്ല. അപ്പോൾ എന്താണാവോ എന്നുള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ വരുന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഈ ചിമ്മിണി ഡാമിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞിട്ടും അവരെത്തിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ പോകുന്നവർ ശ്രദ്ധിക്കുക, നമുക്ക് അവിടെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഒരു റേഞ്ചും കിട്ടില്ല കേട്ടോ. പല കണക്ഷൻസ് ആയിരുന്നു ഫോണിൻ്റെ, പക്ഷെ ഒരു നിരയ്ക്ക് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെക്ക് പോസ്റ്റിലേക്ക് തിരിച്ചു പോയി. അപ്പോഴാണ് മനസ്സിലായത് അവിടെ വേറൊരു പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് പിണഞ്ഞ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് മറ്റു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അതിലൊന്നാണ് നമ്മുടെ കുട്ടവഞ്ചി സവാരി. 20 മിനിറ്റാണ് സവാരിക്ക് എടുക്കുക. ഒരു 5-6 കുട്ടവഞ്ചികളേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് എത്താറാകുമ്പോൾ അവർ നമ്മളോട് വഞ്ചി കറക്കട്ടെ എന്ന് ചോദിക്കും. നമ്മുടെ അനുവാദം ഉണ്ടെങ്കിൽ അവർ കറക്കുള്ളൂ, അല്ലെങ്കിൽ അവർ കറക്കില്ല. 4 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുക. 400 രൂപയാണ്. പിന്നെ നമ്മൾ ചിമ്മിണിയിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇഷ്ടം പോലെ ഊഞ്ഞാലുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സമയം അതിലിരുന്ന് ആടാം. സാധാരണയായിട്ട് എവിടെ ചെന്നാലും ഒരു പ്രായപരിധി എഴുതിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയില്ല കേട്ടോ. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഊഞ്ഞാലാടി കളിക്കാം. ഇവിടെ നമുക്കിരുന്ന് കാറ്റ് കൊള്ളാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു ഷോപ്പാണ്. ഐസ്ക്രീം, സ്നാക്സൊക്കെ കിട്ടും. അത് തന്നെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങളുടെ അടുത്ത എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. ഈ ട്രക്കിങ്ങിൻ്റെ പേരാണ് വിറകുതോട് ചൂരത്തറ ട്രക്കിങ്. 3 പേരുണ്ടെങ്കിൽ മാത്രമാണ് കാട്ടിലൂടെ നമ്മൾ കൊണ്ടുപോകുകയുള്ളൂ. 3 മണിക്കൂർ സമയമാണ് എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം 2 ഗൈഡ് ഉണ്ടായിരുന്നു. ട്രക്കിങ്ങിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ നമ്മുടെ ചൂരത്തറ വാട്ടർഫോൾസിൽ എത്തിയിട്ടോ.
എച്ചിപ്പാറ വാട്ടർഫോൾസിൻ്റെ ആ കളകൾ ആരവം നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ മടക്കയാത്ര ആരംഭിച്ചു. നമ്മൾ കാട്ടിലൂടെയാണ് പോയതെങ്കിൽ തിരിച്ച് മണ്ണിട്ട റോഡിലൂടെയാണ് നമ്മൾ വന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അത്യാവശ്യം കാനന ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റി. പിന്നെ നമ്മുടെ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിട്ടാണ് പൊരിഞ്ഞ വിശപ്പുമായിട്ടാണ് എല്ലാവരും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെൻറ്റ് ജൂഡ് ചർച്ച് എച്ചിപ്പാറ ഈ ഒരു ബോർഡ് കാണും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന വഴി റബ്ബർ എസ്റ്റേറ്റിൽ നമ്മൾ ഇറങ്ങി 1-2 റീൽസൊക്കെ ചെയ്തു കേട്ടോ. അതിന് അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇതാ ഒരു വണ്ടി അവിടെ വന്ന് നിർത്തി. എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് കേട്ടോ. അവരും ചിമ്മിണി ഡാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വണ്ടി നിർത്തി. ഞങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും തിരിച്ച് ഞങ്ങൾ കാറിൽ മടങ്ങുകയാണ്. ഇനി അടുത്തത് നമ്മൾ ഹോട്ടൽ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. എല്ലാവരും വിശന്ന് പൊരിഞ്ഞ അവസ്ഥയിലാണ്. അങ്ങനെ തപ്പി പിടിച്ചൊരു ഹോട്ടലിൽ കയറി. സമയം ഏകദേശം 3-3:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞുവെങ്കിലും കിട്ടിയതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ചിമ്മിണിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു.